ഇത് മുരിങ്ങയില ഉണക്കിപ്പൊടിച്ചതാണ്. ഉണക്കിപ്പൊടിച്ചതെന്ന് പറഞ്ഞാൽ വെയിലത്തിട്ടല്ല, തണലത്തിട്ട് ഉണക്കിപ്പൊടിച്ചത്. ഇന്ന് നമ്മൾ ഒഴിച്ചു കറിയുടെ ഒരു റെസിപ്പിയാണ് നമ്മളിതിവിടെ ചെയ്യാൻ പോകുന്നത്. ഒഴിച്ചു കറിക്ക് നമുക്ക് ആദ്യം വേണ്ടത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില പെട്ടെന്ന് കിട്ടാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഉണക്കിപ്പൊടിച്ച് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. എന്തൊക്കെ വേണമെന്നൊന്ന് നോക്കിയാലോ. ചക്കക്കുരു, കൊഞ്ചു, മാങ്ങ, മുരിങ്ങയ്ക്ക, ചുവന്നുള്ളി, പച്ചമുളക്. സാധാരണ നമ്മൾ ഒഴിച്ചുകറിയൊക്കെ വെക്കുമ്പോൾ മീൻ ഇടാറില്ല. എന്നാൽ നമുക്ക് ഈ കൊഞ്ചൊക്കെ കിട്ടിയ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അഥവാ നിങ്ങളുടെ കയ്യിൽ കൊഞ്ചില്ലെന്ന് വെച്ച് നിങ്ങൾ ഇത് ചെയ്യാതിരിക്കേണ്ട. കൊഞ്ചിടാതെയും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ചക്കക്കുരു, മുരിങ്ങയ്ക്ക ഇടുമ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ കറിക്ക്. ആവശ്യത്തിന് ഉപ്പ്, വേവിക്കാൻ ആവശ്യമായ വെള്ളം. ഇനി ഇത് നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് വേവുമ്പോഴത്തേക്ക് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനത് അരമുറി തേങ്ങ എടുത്തിട്ടില്ല, തികച്ചെടുത്തിട്ടില്ല. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 6 ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പിഞ്ച് പുളി എടുത്തിട്ടുണ്ട്. തോനെ ഇട്ട അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അത് കാരണം ഇച്ചിരി പുളിയെ എടുക്കാവും. ഇത് അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരച്ചെത്തിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇനിയാണ് ഇട്ട് കൊടുക്കുന്നത്. അന്നേരം നല്ലോണം അരയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അല്ലാതെ നമ്മൾ കറിയിലൊക്കെ പറക്കി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എടുത്തങ്ങ് കളയണ്ട. ഇത് കണ്ട, ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരഞ്ഞു കിട്ടിയാൽ അതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാനും കൂടെ റെഡിയാക്കി വെക്കുമ്പോഴത്തേക്ക് അതിരുന്നിൽ അവിടെ വെന്ത് കഴിയും. അതിനു വേണ്ടി ഞാൻ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞെടുക്കാം. ഒഴിച്ചേറിക്കൊക്കെ താളിക്കാൻ നമുക്ക് മുരിങ്ങയിലയാണ് നല്ലത്. മുരിങ്ങയില ഇടുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. രസം കാച്ചാൻ നമ്മൾ മല്ലിയില ഇടുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. അതുപോലെ വെറും കറി വെക്കുമ്പോഴത്തേക്ക് മുരിങ്ങയില ഇടുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇത് നമ്മൾ പെട്ടെന്ന് പിച്ചണ്ടാന്നും പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി ഞാൻ ചെയ്ത് വെക്കുന്നതാണ്. ഇതാകുമ്പം നമുക്ക് കൈ വെച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ചങ്ങിടാം. ഇതൊന്ന് ഉണക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തണലത്തിട്ട് ഉണക്കണം. വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അപ്പം നമ്മുടെ ഒഴിച്ചു കറിക്കുള്ള കൂട്ടെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് തിളയ്ക്കാൻ പാടില്ല, ഒന്ന് പതഞ്ഞ് വരെ ചെയ്യാവൂ. തിളച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് ഒരുമാതിരി വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് തിളക്കരുതെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ ചട്ടി ആയതുകൊണ്ട് കുറച്ച് ചൂടും കൂടെ, കുറച്ച് നേരവും കൂടെ ചൂട് നിൽക്കും. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇറക്കാറായിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് ഇറക്കി വെക്കാം. ഇനി നമുക്കിതിനകത്ത് കടു വറുത്തൊഴിക്കണം. അതിനായിട്ട് നമുക്കിനി ഒരു ചട്ടി അടുപ്പി വെച്ച് കൊടുക്കുക. ചട്ടി ചൂടായി വന്നപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. കടുവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ ചെറുതായിട്ട് 3/4 ഭാഗം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മുരിങ്ങയില ഉണക്കി പൊടിച്ചതായതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മുരിങ്ങയില ലാസ്റ്റ് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ മുരിങ്ങയില കരിഞ്ഞു പോകും. മുരിങ്ങയില ഇടുന്നതിന് മുമ്പ് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ മീനോട് കൂടിയുള്ള തേങ്ങ അരച്ച ഒഴിച്ചു കറി റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ.